ഹായ് ഗായ്സ്, ഗിൽബ്രോന്ന് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 വാശിയേറിയ വോട്ടിംഗ് പോരാട്ടത്തിന്റെ അവസാന ദിവസമാണിന്ന്. നമ്മളിന്ന് വെള്ളിയാഴ്ച രാത്രി 11 മണി വരെയുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ള മത്സരാർത്ഥികളെല്ലാം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര് ഇത്തവണ പുറത്തു പോകുന്ന ഒരു വ്യക്തമായ ചിത്രം നമുക്ക് ഇതുവരെയ്ക്കും ലഭിച്ചില്ല. വരും മണിക്കൂറുകളിലെ വോട്ടിംഗ് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക. അതോടൊപ്പം വരും മണിക്കൂറിലെ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങൾ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസും അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഏതായാലും ഇന്ന് രാത്രി 11 മണി വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം പൊസിഷൻ അത് ജിൻഡോയാണ് തുടരുന്നത്. ജിൻഡോയ്ക്ക് നല്ലൊരു മുന്നേറ്റം നേടാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയെ പോലെ തന്നെ ഈ ആഴ്ചയിലും വളരെ വലിയൊരു മുന്നേറ്റം നടത്തി ഒന്നാം പൊസിഷനിൽ തന്നെ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. 5,86,909 വോട്ട് നേടിയാണ് തൻ്റെ ഒന്നാം പൊസിഷൻ സുരക്ഷിതമായി പിടിച്ചടക്കിയിരിക്കുന്നത്. രണ്ടാം പൊസിഷനിൽ ജാസ്മിനാണുള്ളത്. ജാസ്മിൻ നല്ലൊരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഏവരെയും അമ്പരപ്പിക്കുന്ന പ്രകടനം തന്നെയാണ് നടത്തിയത്. ജിൻഡോയുമായി ഏകദേശം അടുത്തടുത്ത് വരുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് ജാസ്മിൻ്റെ വോട്ടിംഗ്. 4,93,235 വോട്ട് നേടി രണ്ടാം പൊസിഷനിൽ തന്നെ സുരക്ഷിതമായി തുടരുകയാണ് ജാസ്മിൻ. മൂന്നാം പൊസിഷനിൽ അഭിഷേകാണ് ഉള്ളത്. അഭിഷേകിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ബിഗ് ബോസ് ഹൗസിലെ പ്രകടനത്തെ പോലെ തന്നെ വോട്ടിങ്ങിന് നല്ലൊരു പ്രകടനം നടത്താൻ അഭിഷേകിനെ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ജാസ്മിനുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. 4,88,789 വോട്ട് നേടിയാണ് മൂന്നാം പൊസിഷനിൽ തന്നെ നിലകൊള്ളുന്നത്. നാലാം പൊസിഷനിൽ അർജുനാണ് തുടരുന്നത്. അർജുൻ നല്ലൊരു മുന്നേറ്റം തന്നെയാണ് ഈ ആഴ്ചയിൽ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വലിയൊരു മുന്നേറ്റം നടത്തി. അൻസിബയെ അട്ടിമറിച്ചുകൊണ്ട് നാലാം പൊസിഷൻ തിരിച്ചു പിടിച്ചതിന് ശേഷം ഒരു ഘട്ടത്തിൽ പിന്നിലേക്ക് പോയിട്ടില്ല. 4,34,211 വോട്ട് നേടി നാലാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. അഞ്ചാം പൊസിഷനിൽ അൻസിബയാണുള്ളത്. അൻസിബയ്ക്ക് ഇടയ്ക്കൊന്നും ഒരു കാലിടറി പിന്നിലേക്ക് വന്നിരുന്നു. ഇപ്പോൾ സേഫ് ആണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. 4,33,790 വോട്ട് നേടി അർജുനുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ അഞ്ചാം പൊസിഷൻ തന്നെ നിലനിർത്താൻ അൻസിബയെ കൊണ്ട് സാധിച്ചിട്ടുള്ളൂ. ആറാം പൊസിഷൻ അട്ടിമറി മുന്നേറ്റമായിട്ട് ശ്രീതു കയറി വന്നിരിക്കുകയാണ്. റഷ്യയെ അട്ടിമറിച്ചുകൊണ്ടാണ് വളരെ ചെറിയൊരു വോട്ടിന് വ്യത്യാസത്തിൽ ആറാം പൊസിഷനിൽ കയറി വന്നിരിക്കുന്നത്. ഋഷിക്ക് ടിക്കറ്റ് ഫിനാലെ പോയിന്റ് കിട്ടിയ സാഹചര്യത്തിൽ വരും മണിക്കൂറിലെ വോട്ടിംഗ് വളരെ നിർണായകമാണ്. ശ്രീതു ആണോ ഇനി ഋഷിയാണോ പോകുന്നത് എന്നൊക്കെ വരും മണിക്കൂറിലെ വോട്ടിങ്ങിൽ മാത്രമേ നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 3,28,100 വോട്ട് നേടി ആറാം പൊസിഷനിലാണുള്ളത്. ഏഴാം പൊസിഷനിൽ വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ ഋഷി പിന്നിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 20 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുള്ള വോട്ടിന് ഋഷിക്ക് വളരെ നിർണ്ണയമാണ്. അതോടൊപ്പം തന്നെ ടിക്കറ്റ് ഫിനാലെ ബോണസ് പോയിന്റ് ലഭിച്ചുകൊണ്ട് തന്നെ ഋഷിക്ക് അവിടെ തുടരേണ്ടത് ആവശ്യകതയേറിയതാണ്. എട്ടാം പൊസിഷനിൽ നമ്മുടെ അപ്സര തന്നെയാണ് തുടരുന്നത്. അപ്സര തന്നെയായിരിക്കും ഈ തവണ പുറത്തു പോകാൻ ചാൻസ് കൂടുതൽ കൽപ്പിക്കുന്ന മത്സരാർത്ഥി. ഇനി ബിഗ് ബോസിൻ്റെ കളികളൊന്നും നടന്നില്ലെങ്കിൽ അപ്സര തന്നെയായിരിക്കും പുറത്തു പോകുക. കാരണം ബിഗ് ബോസ് കൂടുതൽ ആനുകൂല്യങ്ങൾ നമ്മുടെ അപ്സരയ്ക്ക് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഈ തവണ ആരാണ് പുറത്തു പോകുന്നതെന്ന്.